Action. മുല്ലപ്പൂ, തെങ്ങ്, തേങ്ങ, കള്ള്, കള്ളുഷാപ്പ്, കളരിപ്പയറ്റ്, കഥകളി, മോഹിനിയാട്ടം, അതിരപ്പള്ളി, സെറ്റുമുണ്ട്, സെറ്റ് സാരി, ആന, വള്ളംകളി, കൊട്ടവഞ്ചി, കമ്മ്യൂണിസ്റ്റ് പച്ച, ആയുർവേദശാല തുടങ്ങി നമ്മുടെ കേരളത്തെക്കുറിച്ച് 1ാം ക്ലാസ് പാഠപുസ്തകത്തിലെ കുറേ വിവരങ്ങളും പിന്നെ നമ്മളെ ഡിസ്ക്രൈബ് ചെയ്യാൻ സൗത്ത് ഇന്ത്യക്ക് പുറത്തുള്ളവർ നിരന്തരമായി ഉപയോഗിക്കുന്ന കുറേ സ്റ്റീരിയോ ടൈപ്പുകളും തിരക്കഥയാക്കി തുഷാർ ജലോട്ട സംവിധാനം ചെയ്ത പരം സുന്ദരിയെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. സിദ്ധാർത്ഥ് മൽഹോത്രയുടെ പരം, പിന്നെ ജാൻവി കപൂറിന്റെ സുന്ദരി, ഇവർ രണ്ടുപേരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയ സമയം മുതൽ പരമോനെയും സുന്ദരിനെയും ട്രോളന്മാർ നിലത്തിറക്കിയിട്ടില്ല. കാരണം ശാലിനി ഉണ്ണികൃഷ്ണന് ശേഷം മലയാളികളെ ഇതുപോലെ ഇറിറ്റേറ്റ് ചെയ്യാൻ തേക്കപ്പെട്ട സുന്ദരിക്ക് കഴിഞ്ഞു. ഈ തേക്കപ്പെട്ട സുന്ദരി തെക്കേപ്പാട്ട സുന്ദരിയാണെന്ന് തന്നെ വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. കാരണം സുന്ദരി പറയുന്ന മലയാളം ഡീകോഡ് ചെയ്യാൻ മലയാളികൾക്ക് പോലും ആദ്യം കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ നാട്ടിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ പറയുന്ന മലയാളം പോലും ഇവർക്ക് അറിയില്ല എന്നത് മാത്രമല്ല ഈ സിനിമയുടെ പ്രശ്നം. ഒരു ഭാഷയും സംസ്കാരത്തെയും മനഃപൂർവ്വം വികൃതമാക്കി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. കേരളത്തിൽ ഹോം സ്റ്റേ നടത്തുന്ന സുന്ദരിയും ഒരു ഡേറ്റിംഗ് ആപ്പ് വഴി സുന്ദരിയെ തേടി അങ്ങ് ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്തുന്ന പരമിന്റെയും കഥയാണ് പരം സുന്ദരി. ഈ വർഷം ഉത്രാടത്തിന് മാത്രം 826 കോടി രൂപ വിദേശ മദ്യത്തിന് വേണ്ടി ചെലവാക്കിയ മലയാളികളെ കള്ളുകുടിയന്മാരായാണ് ഇവർ ഈ സിനിമയിൽ കാണിക്കുന്നത്. വെറും കുടിയന്മാരല്ല, തെങ്ങിൻ പൂക്കുല കള്ളുകുടിയന്മാർ. ഈ യൂണിവേഴ്സിലെ മലയാളികൾ നേരം വെളുക്കുമ്പോൾ മുതൽ കള്ളാണ് കുടിക്കുന്നത്. കേരളത്തിലെ നാഷണൽ ഹൈവേയിൽ ഒരുപാട് സമയം ഇവർ കാത്തു നിന്നിട്ടും ഇവർക്കൊരു വണ്ടി പോലും കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അവസാനം കയറുന്ന KSRTC ബസ്സിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും. പിന്നെ ഈ പരം എന്ന് പറയുന്ന വ്യക്തിക്ക് തിക്കും തിരക്കൊന്നും തീരെ ശീലമില്ല. കാരണം പുള്ളി ഡൽഹിയിൽ നിന്നാണല്ലോ വരുന്നത്. അതുപോലെ തന്നെ പരം സുന്ദരിയിൽ തെങ്ങിൽ കയറുന്നവരാണ് നമ്മൾ മലയാളികളൊക്കെ. മാത്രമല്ല എല്ലാ കവലയിലും ഓരോ കളരി സംഘമുണ്ട്. നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടീനൊക്കെ കുളിപ്പിക്കുന്ന ലാഘവത്തോടെയാണ് ഇവർ ആനേനൊക്കെ കുളിപ്പിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വരുന്ന ചെക്കനെ കണ്ട് കൺട്രോൾ പോകുന്ന മലയാളി ഗേൾസ്, ഒറ്റ നോട്ടത്തിൽ തന്നെ ഹിന്ദിക്കാരൻ പയ്യന് മുന്നിൽ ഒരു നിംഫോമാനിയക്കായി മാറുന്ന മലയാളി നേഴ്സ്, പിന്നെ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ എന്തിനും ഏതിനും ലാലേട്ടൻ ആരാധന. അതായത് നമ്മുടെ പരംസുന്ദരിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആർഷ് വോറ പെരുമ്പാവൂര് വന്ന് ഏതെങ്കിലും ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയോട് മലയാളി ചേട്ടന്മാരെയും ചേച്ചിമാരെയും കുറിച്ച് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു തരാവുന്ന അറിവ് പോലും ഈ സിനിമയുടെ റിസർച്ചിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഈ സിനിമ നിർമ്മിക്കാൻ റിസർച്ചിന്റെ ആവശ്യമേ ഇല്ല എന്നത് പ്രീ മെഡിറ്റേറ്റഡ് തീരുമാനമാണ്. സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നമ്മുടെ രഞ്ജി പണിക്കർ പറയുകയുണ്ടായി, വളരെ ലോജിക്കലായി ഈ സിനിമയെ സമീപിക്കേണ്ട കാര്യമില്ലെന്ന്. ഒരു കലാസൃഷ്ടിയെ രാഷ്ട്രീയ വീക്ഷണമില്ലാതെ ആസ്വദിക്കുക അസാധ്യമാണ്, പ്രത്യേകിച്ച് അത് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് അടർത്തിയെടുത്ത് തിരക്കഥയിൽ ഒരുങ്ങുമ്പോൾ. പരം സുന്ദരിയിലെ പല രംഗങ്ങളും വെറും ഒരു തമാശയല്ല, നിഷ്കളങ്കമായി എടുത്തതുമല്ല. അത് മനഃപൂർവ്വമായി സൃഷ്ടിക്കുന്ന ഒരു നരേറ്റീവിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ ഇറങ്ങുന്ന ഭൂരിഭാഗം വലതുപക്ഷ പ്രൊപ്പഗാൻഡ പടങ്ങളും ബോക്സ് ഓഫീസിൽ അങ്ങനെ പച്ച പിടിക്കാറില്ല. അതിന്റെ ഉദാഹരണമാണ് സ്വതന്ത്ര വീർ സവർക്കർ, 72 ഹുറൈൻ, മേർ അദാൽ ഹൂം, ദ സബർമതി റിപ്പോർട്ട്, ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ തുടങ്ങിയ സിനിമകൾ. പക്ഷെ കേരളത്തിനെതിരെ വലതുപക്ഷ ഇതര സംസ്ഥാനങ്ങൾക്കെതിരെ ഹെയ്റ്റ് അല്ലെങ്കിൽ നുണ പ്രചരിപ്പിക്കുന്ന മലയാളികളെ ഒന്ന് ചൊറിയുന്നതിൽ വിജയിച്ചിട്ടുള്ള സിനിമകളൊക്കെ തന്നെ നല്ലപോലെ പച്ചപിടിച്ചിട്ടുണ്ട്. നമ്മുടെ കേരള സ്റ്റോറി, പിന്നെ അതുപോലെ കാശ്മീരി ഫയൽസ്, ഇതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. സൗത്ത് ഇന്ത്യക്കാരെ കുറിച്ച്, പ്രത്യേകിച്ച് മലയാളികളെ കുറിച്ച് ഹിന്ദി ബെൽറ്റിലുള്ളവരുടെ ചില മാറ്റാൻ തയ്യാറല്ലാത്ത അബദ്ധധാരണകളുണ്ട്. അതിനെ സുഖിപ്പിക്കുന്ന തരത്തിലെടുക്കുന്ന സിനിമകൾ മലയാളികൾക്ക് ഇൻസൾട്ടിംഗ് ആണെങ്കിലും ടാർഗറ്റഡ് ഓഡിയൻസിന് അത് ഭയങ്കര ആവേശമായിരിക്കും. ഇനി പരം സുന്ദരിയിലേക്ക് വരുമ്പോൾ മിസ്റെപ്രസന്റേഷന്റെ ഇടയിലൂടെ വലിയ ബഹളമൊന്നുമില്ലാതെ ഒളിച്ചു കടത്തുന്ന ചില പ്രൊപ്പഗാൻഡ ചേരുവകളുണ്ട്. അതിലൊന്നാണ് പരം ഷോർട്സ് ധരിച്ച് ജോഗിങ്ങിന് ഇറങ്ങുമ്പോൾ അയാളെ തടഞ്ഞു നിർത്തി വളരെ ഇൻഅപ്രോപ്രിയേറ്റ് ആയി ഫ്ലേർട്ട് ചെയ്യുന്ന ഒരു മലയാളി നഴ്സും, ഷോർട്സ് അണ്ടർവെയർ ആണെന്ന് പറഞ്ഞ് അയാളെ മുണ്ടുടിപ്പിക്കാൻ നിൽക്കുന്ന കുറെ മലയാളികളും, സുന്ദരി ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു ഷവർമ്മ കടയിൽ. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് ലോകമെമ്പാടും റെക്കഗ്നിഷൻ നേടിയ ഒരു കമ്മ്യൂണിറ്റിയാണ് നഴ്സുമാരുടേത്. കേരളത്തിലെ നഴ്സുമാർ ഇന്ത്യയുടെയും ലോകത്തിന്റെയും ഓരോ മുക്കിലും മൂലയിലും ഉണ്ട്. മാത്രമല്ല, കോവിഡ്, നിപ്പ തുടങ്ങിയ വൈറസുകളൊക്കെ നമ്മളെ വിറപ്പിച്ച സമയത്തും നഴ്സുമാരുടെ മനക്കരുത്തിനെ ആളുകൾ ഒരുപാട് പുകഴ്ത്തിയിട്ടുള്ളതാണ്. നിപ്പയുടെ സമയത്ത് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു നഴ്സിനെ നഷ്ടമായിട്ടുണ്ട്. പരം സുന്ദരിയില് പരമുവിന്റെ മസിലിൽ ഇടിച്ചു വീഴുന്ന ഒരു നഴ്സിന്റെ കഥാപാത്രത്തെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ തുണ്ടുപടം എന്ന് വിളിക്കുന്ന തരം സിനിമകളിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചുകൊണ്ട് ആ കഥാപാത്രം പരമിനോട് വളരെ ഇൻഅപ്രോപ്രിയേറ്റ് ആയി ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. കിസ് ചെയ്യട്ടെ എന്ന് നടുറോട്ടിൽ വെച്ച് ചോദിക്കുന്നുണ്ട്. പിന്നാലെ താനൊരു നഴ്സാണെന്നും എന്റെ പേര് ഇന്നതാണെന്നും എന്റെ ക്ലിനിക്കിൽ വന്നാൽ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാമെന്നും പറയുന്നു. ലോകത്തിന്റെ ഏത് ഭാഗത്തും നമുക്കൊരു മലയാളി നഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. UK, കാനഡ, UAE, അമേരിക്ക, ആഫ്രിക്ക തുടങ്ങി നമ്മുടെ നഴ്സുമാരെത്താത്ത രാജ്യങ്ങളൊന്നും തന്നെയില്ല. വളരെ വളരെ ഇൻഅപ്രോപ്രിയേറ്റ് ആയി പ്രസന്റ് ചെയ്യപ്പെടേണ്ട ഒരു പ്രൊഫഷനോ അല്ലെങ്കിൽ കളിയാക്കപ്പെടേണ്ട വ്യക്തികളോ അല്ല നഴ്സുമാർ. പിന്നെ ക്ലിനിക്കിലേക്ക് ഫുൾ ബോഡി ചെക്കപ്പിന് വിളിക്കാൻ വേണ്ടിയാണ് നഴ്സ് ആണെന്ന് പറഞ്ഞത് എന്നുള്ള എക്സ്ക്യൂസ് ഒന്നും ആരും പറയണ്ട. കാരണം നമ്മുടെ നാട്ടിൽ നഴ്സുമാർക്ക് അങ്ങനെ ക്ലിനിക്കൊന്നും ഉണ്ടാവാറില്ല, ഡോക്ടർമാർക്കാണ് ഉണ്ടാവാറുള്ളത്. ഇനി അടുത്തത് നമ്മുടെ പരം
ജിം ഷോർട്സ് ധരിച്ച് ജോഗിങ്ങിന് ഇറങ്ങുമ്പോൾ മലയാളികൾ അയാളെ പിടിച്ചു നിർത്തി ഇതൊരു പുണ്യഭൂമിയാണ്, ഇവിടെ അണ്ടർവെയർ ഇട്ട് ഓടാൻ പാടില്ല എന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് മുണ്ടുടിപ്പിക്കുന്ന ഒരു സീനുണ്ട്. ബോളിവുഡുകാർ കേരളത്തിലോ തമിഴ്നാട്ടിലോ വന്ന് എല്ലാവരെയും കൊണ്ട് മുണ്ടുടിപ്പിക്കുന്നത് പോരാനിട്ട് കേരളത്തിലുള്ളവർ അത്തരം മോബ് മെന്റാലിറ്റി ഉള്ളവരാണ് എന്ന തരത്തിൽ സിനിമ എടുക്കുന്നത് അഗൈൻ നോട്ട് വെരി ഇന്നസെന്റ്. ഇവിടെ ആരും വഴിയിലൂടെ പോകുന്നവരെ വളഞ്ഞിട്ട് ഉടുക്കടാമുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കാനോ ഉടുപ്പിക്കാനോ നിൽക്കാറില്ല. അങ്ങനെയുള്ള എൻഫോഴ്സിംഗ് ഒക്കെ ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രീയമുള്ളവരുടെ ഇടങ്ങളിലാണ് ഉണ്ടാവാറുള്ളത്. ഹം ഏസാ ലോക് നഹി ഹെ. ഇനിയും ഇതുപോലെയുള്ള കുറെ ഒളിച്ചുകടത്തലുകൾ സിനിമയിൽ ഒരുപാടുണ്ട്. എന്നാലും സുന്ദരി ഷവർമ കഴിക്കാൻ പോകുന്ന ഒരു കടയെക്കുറിച്ചും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. വെറും 4-5 സെക്കൻഡ് മാത്രമാണ് ഈ ഒരു ഷോട്ട് ഉള്ളത്. ഈ ഷവർമ കടയുടെ പേര് നിങ്ങളൊന്ന് നോക്കൂ, ഹലാലീഷ്യസ്. ഇനി ആ ഷവർമ കൊടുക്കാൻ നിൽക്കുന്ന ആളിന്റെ കോലം ഒന്ന് നോക്കൂ, എന്താണ് ആ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്? അല്ല, ഇതിന് പിന്നിൽ വേറൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മളും ചാവൽ തന്നെയല്ലേ തിന്നുന്നത്? 4 സെക്കൻഡ് മാത്രമുള്ള ഒരു ഷോട്ടിനെ ഇങ്ങനെ കീറി മുറിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ആ 4 സെക്കൻഡ് വളരെ ക്രൂഷ്യലാണ്. കാരണം ഹലാൽ എന്ന വാക്ക് ഇന്ത്യയിൽ ഇന്നൊരു പൊളിറ്റിക്കൽ വെപ്പൺ ആണ്. ഉത്തർപ്രദേശിൽ ഹലാൽ പ്രോഡക്ട്സ് പൂർണ്ണമായും നിരോധിച്ചു കഴിഞ്ഞു. കേരളത്തിലെ വലതുപക്ഷം ഇനി ഹലാലിനെ കുറിച്ച് പറഞ്ഞു പരത്താൻ നുണയൊന്നും ബാക്കിയില്ല. കേരളത്തിലെ ഹലാൽ മീറ്റ് വിൽക്കുന്നതിന്റെ പേരിൽ കോഴിക്കോട് ഒരു സൂപ്പർ മാർക്കറ്റിനെതിരെ ആക്രമണം വരെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അരവണ പായസത്തിന് പോലും ഹലാലിന്റെ പേരും പറഞ്ഞ് ഇവർ വെറുതെ വിട്ടിട്ടില്ല. ഹലാൽ ഫുഡിൽ തുപ്പിയതാണ്, തുമ്മിയതാണ് എന്നിങ്ങനെയുള്ള ഒരുപാട് അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളുമാണ് ഇതേ വിദ്വേഷ ഗ്രൂപ്പുകൾ പറഞ്ഞു വരുത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ പറയുന്ന 4 സെക്കൻഡ് ഷോട്ടിന്റെ പ്രസക്തി ഉണ്ടാവുന്നത്. അപ്പൊ ലാക്ക് ഓഫ് റിസർച്ച് അല്ല, ദിസ് വാസ് വെൽ റിസർച്ച്ഡ് എന്ന് ഞാൻ പറയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മിസ്പ്രൊനൗൺസ്ഡ് ആയ മലയാളത്തിനും മോഹിനിയാട്ടത്തിനും അല്ലെങ്കിൽ തേങ്ങയ്ക്കും പുറമെ വളരെ സോഫ്റ്റ് ആയി കുത്തിക്കയറ്റിയ കേരളത്തിനെതിരെയുള്ള വിദ്വേഷ പ്രൊപ്പഗാൻഡകൾ നമുക്ക് പരം സുന്ദരിയിൽ ഒരുപാട് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്.